നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പുന്നപ്രയിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിന്റെയും ക്ഷീരതീരം പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാനാവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെയും കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും KSRTCയുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള വേമ്പനാട് കായൽ യാത്രയ്ക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLA യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KSEB ആലപ്പുഴ സൗത്ത് സെക്ഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കള്ളിംഗ് നടത്തുന്ന താറാവുകൾക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തത് മൂലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പുന്നപ്രയിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിന്റെയും ക്ഷീരതീര പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു. പുന്നപ്ര ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും പുന്നപ്ര ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഫീഡ് ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടാറില്ല. ചോളം ഉൾപ്പെടെയുള്ള ഇൻഗ്രീഡിയൻസ് അന്യ സംസ്ഥാനത്താണ് കൃഷി ചെയ്യുകയും അവിടുന്ന് നമ്മൾ വില കൊടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ഫീഡാക്കി മാറ്റുന്നതിൻ്റെ ഒരുപാട് ചെലവുകൾ ആ കേരള ഫീഡ്സിനും മിൽമയ്ക്കുമുണ്ട്. അതാണ് കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് 6 രൂപ ആദ്യം വർദ്ധിപ്പിച്ചത്. അത് കർഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കേരളത്തിൽ പാലിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഗവൺമെൻറ് തന്നെ 6 രൂപ വർദ്ധിപ്പിക്കുവാൻ അതിൽ 5 രൂപ സംതിങ് തുകയും കേരളത്തിലെ ക്ഷീര കർഷകർക്ക് തന്നെ കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയത്. അറിയാം, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായി തരുവാനുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതൊക്കെ ഒരു വെട്ടിക്കുറവ് കേരളത്തിലും ഉണ്ടായത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇന്ന് ക്ഷീരവികസന വകുപ്പിൽ നമ്മൾ നടപ്പിലാക്കും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കിടാരി പാർക്കുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്നുകുട്ടി പരിപാലനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കിടാരി പാർക്കുകളുടെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കിടാരികളെ വളർത്തിയെടുത്ത് ക്ഷീര കർഷകൻ വ്യത്യസ്ത സ്കീമുകൾ വഴി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്ത്. ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കുന്ന ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം 94,500 രൂപ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 2 പശുക്കളെ മേടിക്കത്തക്ക നിലയിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷീര കർഷകരുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 8 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിക്ക് സംസ്ഥാനം തുടക്കം കുറിച്ചെന്നും മന്ത്രി പറഞ്ഞു. H. സലാം MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ്, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, കേരള ഫീഡ്സ് ലിമിറ്റഡ് ചെയർമാൻ K. ശ്രീകുമാർ, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ M. ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, പുന്നപ്ര ക്ഷീരസംഘം പ്രസിഡന്റ് V. ധ്യാനസുധൻ, B. അൻസാരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പെൻഷൻ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക,
പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, DA അനുവദിക്കുക, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക, പെറ്റി കോൺട്രാക്ട് ബില്ലുകൾ കാലതാമസം കൂടാതെ അനുവദിക്കുക, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വൈദ്യുതി ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ ധർണയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിലും ധർണ സംഘടിപ്പിച്ചത്. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷിറാസ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളെ പലതരം പൗരന്മാരാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഭരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ ഭരണം നടത്തുമ്പോൾ ഇവിടെ ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ വലിയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങൾ വലിയ പ്രമാണിമാരാണ്, തങ്ങൾ അത്തരം പ്രമാണിമാരായതുകൊണ്ട് പ്രമാണിമാരായ കൂട്ടുകാർക്കൊപ്പമാണ് കഴിയുന്നത് എന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നു. അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി നമ്മുടെ ഈ രാജ്യത്തെ തീർന്നു നൽകുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം പോയിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ സഖാവ് KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KH ലേഖ ധർണയിൽ അധ്യക്ഷയായി. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി ഡോക്ടർ NN നന്ദകുമാർ സ്വാഗതം പറഞ്ഞു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി G പ്രഭാകരൻ, KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രഘുനാഥ്, KCB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S മനോജ് കുമാർ, KCB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് P മധു, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ഡിവിഷൻ സെക്രട്ടറി AS ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് R രാധാകൃഷ്ണൻ നായർ നന്ദി പറഞ്ഞു. വിവിധ സംഘടനാ നേതാക്കളായ VC രാജേഷ്, MS ലക്ഷ്മി, K രാജു, KV അനിൽകുമാർ, AR രാജേഷ്, M ഷംസുദ്ദീൻ, പയസ് നെറ്റോ, SN മോഹൻരാജ്, AN തോമസ്, PJ തങ്കച്ചി, M മൈമൂനത്ത് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെയും കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിലെയും ഉത്സവങ്ങൾ പ്രമാണിച്ച് ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ ജില്ലാ കോടതിയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് നിയമസഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെയും കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെയും ഉത്സവങ്ങൾ പ്രമാണിച്ച് ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ ജില്ലാ കോടതിയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളിലാണ് നിയമസഹായ കേന്ദ്രം പ്രവർത്തിക്കുക. സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളിലേക്ക് നീതി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളിലേക്ക് നിയമ സംവിധാനങ്ങളുടെ സേവനങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു സ്റ്റോള് ലീഗൽ സർവീസസ് അതോറിറ്റി ആലപ്പുഴയുടെ ഭാഗമായിട്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ 26-ാം തീയതി വരെ നമ്മുടെ പാരാലീഗൽ വോളണ്ടിയേഴ്സ് ഇവിടെ രാവിലെ 10 മുതൽ വൈകുന്നേരം 8 മണി വരെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുവഴി സഞ്ചരിക്കുന്ന എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ട നിയമസേവനങ്ങൾ അവർക്ക് ആവശ്യമുള്ള പക്ഷം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അഭിഭാഷകർ, കോടതി ജീവനക്കാർ, DLSA ജീവനക്കാർ, പാരാലീഗൽ വോളണ്ടിയർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സൗജന്യ നിയമസേവനങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രത്യേക കേന്ദ്രം ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് കേന്ദ്രീകരിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. ഈ മാസം 26 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 8 മണി വരെ നിയമസഹായ കേന്ദ്രത്തിൽ നിന്നും നിയമസഹായം സൗജന്യമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും KSRTCയുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള വേമ്പനാട് കായൽ യാത്രയ്ക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLA ആദ്യ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും KSRTCയുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള വേമ്പനാട് കായൽ യാത്രയ്ക്ക് തുടക്കമായി. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം വകുപ്പിനെയും ഗതാഗത വകുപ്പിനെയും
സഹകരണ വകുപ്പിനെയും എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ കുട്ടനാടിന്റെ മനോഹാരിത കാണുവാനെത്തുന്ന ഈ പച്ചപ്പും ഈ കായലും ഈ കായൽക്കരകളും ഈ പാടശേഖരങ്ങളും ഒക്കെ കണ്ടുപോകാൻ എത്തുന്ന വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണിന് കുളിർമ പകരുന്നത്. മലപ്പുറത്ത് നിന്നും KSRTCയിലെത്തിയ സംഘമാണ് പദ്ധതിയുടെ ഭാഗമായുള്ള കായൽയാത്ര ആദ്യമായി നടത്തിയത്. 1998 പ്രവർത്തനം ആരംഭിച്ച കേരള ടൂറിസം ഡെവലപ്മെന്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ടൂറിസം വളർച്ചയ്ക്കായുള്ള നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കായുള്ള ഷീ ടൂറിസം, സുരക്ഷിത ടൂറിസം തുടങ്ങിയ പദ്ധതികളും സൊസൈറ്റി നടപ്പിലാക്കി വരുന്നു. KSRTCയുമായി സഹകരിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് കുട്ടനാടിന്റെ തനത് സൗന്ദര്യം നുകരാൻ അവസരമൊരുക്കുക എന്നതാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ബോട്ട് യാത്രാ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KSEB ആലപ്പുഴ സൗത്ത് സെക്ഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KSEB ആലപ്പുഴ സൗത്ത് സെക്ഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാതെ സ്ഥാപിത താൽപര്യങ്ങളുടെ ഭാഗമായി അഴിമതിയും നികുതിക്കൊള്ളയും സ്ഥിരമായി നടത്തുന്ന ജനദ്രോഹ സർക്കാരാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരെന്ന് ഷുക്കൂർ ആരോപിച്ചു. 9 വർഷം കൊണ്ട് 5 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഷുക്കൂർ കൂട്ടിച്ചേർത്തു. നമ്മുടെ അവസ്ഥ എന്താണ്? കേരളീയ സമൂഹത്തിന്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് ജനജീവിതം പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ആ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാനോ ആവശ്യമായ സബ്സിഡി കൊടുത്തു അതിന്റെ വില നിയന്ത്രിക്കാനോ കഴിയാത്ത ഒരു സർക്കാരാണ് എന്ന് തെളിയിക്കപ്പെട്ട ഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു നാൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. 4 തവണ ഇതിനു മുൻപ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2018, 2019, 2021, 2023. ഈ വർധനവൊന്നും പോരാജിട്ടാണ് ഇപ്പോൾ വീണ്ടും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത്. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV മനോജ് കുമാർ ധർണയിൽ അധ്യക്ഷനായി. DCC അംഗം ബഷീർ കോയപ്പറമ്പൻ സ്വാഗതം പറഞ്ഞു. DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് PJ മാത്യു, സുനിൽ ജോർജ്, G സഞ്ജീവ് ഭട്ട്, മോളി ജേക്കബ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷോളി സിദ്ധകുമാർ, വയലാർ ലത്തീഫ്, ഷിജു താഹ, ജയശങ്കർ പ്രസാദ്, മാത്യു ചെറുപറമ്പൻ, നസീം ചെമ്പകപ്പള്ളി, റഹ്മത്ത്, ഷാജി ജമാൽ, സീനത്ത് നാസർ, ഡോക്ടർ സേതു രവി, R ബേബി, ലത രാജീവ്, K നൂറുദ്ദീൻ കോയ എന്നിവർ സംസാരിച്ചു. കള്ളിംഗ് നടത്തുന്ന താറാവുകൾക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തത് മൂലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഐക്യതാറാവ് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കള്ളിംഗ് നടത്തുന്ന താറാവുകൾക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തത് മൂലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഐക്യതാറാവ് കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചത്തൊടുങ്ങുന്ന താറാവുകൾക്ക് ഒരു കാലത്തും ഗവൺമെൻറ് എത്ര എണ്ണം ചത്തു എന്ന് കണക്കെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായം ഈ കർഷകർക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ്റുകൾ പലപ്പോഴും കൃത്യമായി പക്ഷികളെ കൊന്നൊടുക്കും, താറാവുകളെ കൊന്നൊടുക്കും. പക്ഷേ കൊന്നൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ നടത്തുകയല്ലാതെ കൊന്നൊടുക്കുന്ന താറാവുകൾക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുക എന്ന നടപടി പലപ്പോഴും സ്വീകരിക്കാറില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആലപ്പുഴ ജില്ലയിലെ താറാവ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കഴിഞ്ഞു വരുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ദയനീയമായ സാഹചര്യത്തിൽ ജീവിക്കുന്നൊരു വിഭാഗം എന്നുള്ള നിലയിൽ വളരെ എണ്ണത്തിൽ കൂടുതലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഗവൺമെൻറ്റുകൾ താറാവ് കർഷകർ ഈസ്റ്റർ, ക്രിസ്തുമസ് എന്നീ സമയങ്ങളിലെ വിപണികൾ മുന്നിൽ കണ്ടാണ് താറാവുകളെ വളർത്തുന്നത്. ഇപ്രാവശ്യം ഈസ്റ്ററും ക്രിസ്തുമസും താറാവ് കർഷകർക്ക് കണ്ണീരിൻ്റെ കാലമാണെന്നും താറാവ് കർഷകരെയും അവരുടെ കുടുംബത്തെയും പറ്റി ചിന്തിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നത്
ആധുനിക സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. താറാവ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്ന് ഐക്യതാറാവ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ, സെക്രട്ടറി കെ ശാമുവൽ, വൈസ് പ്രസിഡന്റ് പി ദേവരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പുന്നപ്രയിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിന്റെയും ക്ഷീരതീരം പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാനാവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെയും കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും KSRTCയുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള വേമ്പനാട് കായൽ യാത്രയ്ക്ക് തുടക്കമായി. പി ചിത്തരഞ്ജൻ MLA യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KSCB ആലപ്പുഴ സൗത്ത് സെക്ഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കള്ളിങ് നടത്തുന്ന താറാവുകൾക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തത് മൂലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഐക്യതാറാവ് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.